10th വരെ മലയാളം മീഡിയം പഠിച്ച് +1 സയൻസ് എടുത്തപ്പോൾ ഉണ്ടായ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. ആക്ച്വലി നമുക്ക് +1 മലയാളം മീഡിയം പഠിച്ച് മലയാളത്തിൽ പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ആരും അത് പ്രൊമോട്ട് ചെയ്യുകയില്ല. കാരണം എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ നമുക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ 10th വരെ മലയാളം മീഡിയം പഠിച്ച സ്റ്റുഡൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ +1 ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ടീച്ചർ പറയുന്ന നോട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാനൊന്നും തുടക്കത്തിൽ പറ്റിയിരുന്നില്ല. മാത്സും ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കാരണം അതിലധികം ന്യൂമറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായ കാരണം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കെമിസ്ട്രി ഓക്കെ ആയിരുന്നു. പക്ഷേ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത് ബയോളജിയിലായിരുന്നു. പഠിക്കാൻ താല്പര്യമുള്ള വിഷയമായിട്ട് പോലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനിലെ NCERT ടെക്സ്റ്റ് ബുക്കിൽ മലയാളം വേഴ്സ് നമുക്ക് ലഭിക്കും. ഞാൻ അത് ഉപയോഗിച്ച് എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ടെക്സ്റ്റുമായി കമ്പയർ ചെയ്ത് തുടക്കത്തിൽ പഠിച്ചിരുന്നു. അത് എന്നെ വളരെയധികം ബയോളജിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോഴേക്കും ബയോളജിയിലായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. കാരണം നമുക്ക് ബയോളജിയിൽ 90% ക്വസ്റ്റ്യൻസും ജസ്റ്റ് വാക്കുകൾ ടേംസ് എഴുതിയാൽ മതി. ബാക്കി 10% ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തെങ്കിലും സെൻറ്റൻസ് ആയിട്ട് എഴുതേണ്ട ആവശ്യം വരാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും സ്ട്രഗിൾ ചെയ്ത് കെമിസ്ട്രി ആയിരുന്നു. കാരണം കെമിസ്ട്രിയിൽ 3-4 ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് തിയറി കാര്യങ്ങളാണുള്ളത്. ആ കാര്യങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബൈഹാർട്ട് ചെയ്യാൻ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചു. പ്രത്യേകിച്ച് ഫൈനൽ എക്സാമിൻ്റെ സമയത്താണ് ഞാൻ കെമിസ്ട്രി പഠിക്കാനിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആദ്യം തന്നെ പഠിച്ചു പോകുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് അത്രത്തോളം വരില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ അതിന് റിപ്ലൈ അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ശരി, നാളെ കാണാം.